സ്കൂൾ തുറന്ന് കടന്നു വരുന്ന കുട്ടികൾക്കായി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മുകളിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ പ്ലാനുമായി ഇറങ്ങി. പ്ലാൻ എ പൊളിയാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ബിയും തയ്യാറാക്കിയിരുന്നു. കണക്കിനോട് പോരാടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ കാർഡ്ബോർഡ് എടുത്ത് വെട്ടി വളയ്ക്കേണ്ടതിനെ വളച്ച് ഒടിക്കേണ്ടതിനെ ഒടിച്ച് പരസ്പരം ചേർത്ത് വെക്കേണ്ടതിനെ ചേർത്ത് വെച്ച് അക്ഷരങ്ങളായി രൂപപ്പെടുത്തി. പ്ലാൻ എയുടെ നിർണായക ഘട്ടമായിരുന്നു പിന്നീട് അക്ഷരങ്ങളെ നേരെ നിർത്തുക. ഇത് പരാജയപ്പെട്ടാൽ നമ്മൾ പ്ലാൻ ബി എടുക്കേണ്ടി വരും. ആരുടെയൊക്കെ ഭാഗ്യം അവന്മാരെ നിവർന്ന് തന്നെ നിന്നു. പിന്നെ ഒന്നും നോക്കില്ല, പേപ്പറൊക്കെ ഒട്ടിച്ച് അവന്മാരെ പെർഫെക്റ്റ് ആക്കി എടുത്തു. 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് ഏറ്റ പരിപാടി ദിവസം 4 കഴിഞ്ഞു. കുറച്ച് കഷ്ടപ്പാടായതുകൊണ്ട് തന്നെ പാതി വഴിക്ക് നിർത്താമെന്ന് കരുതിയപ്പോൾ ചെറുക്കന്റെ വക മോട്ടിവേഷൻ നമ്മൾ തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിച്ചിട്ടേ ഉള്ളെന്ന് പോലും. അപ്പൊ പിന്നെ അങ്ങ് പൂർത്തീകരിക്കാമെന്ന് കരുതി അക്ഷരങ്ങളെല്ലാം നോത്ത് വെച്ച് ചാർട്ട് വെച്ച് ഒട്ടിച്ച് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാക്കി മാറ്റി. നമ്മുടെ പ്ലാൻ എ തന്നെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചു. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ കുട്ടികളെ വരവേൽക്കാൻ അവർ നിരന്നു നിന്നു. ഇതിന്റെ മുന്നിൽ വന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളുമെല്ലാം സന്തോഷത്തോടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ 5 ദിവസത്തെ കഷ്ടപ്പാടിന് ഒരു പ്രതിഫലം ലഭിച്ച ഫീലായി. ഈ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളോടൊപ്പം ഉണ്ടാവുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.